നാളികയ്ക്ക് കുറുകെയുള്ള ട്രെബിയയിലെ ആ മഹാപരാജയം റോമാ സാമ്രാജ്യത്തിന്റെ നേതൃത്വത്തെ ഭീതിയിലാഴ്ത്തി. ഗോളിക് ഭൂമിയിലുള്ള മുഴുവൻ ആധിപത്യവും അവർക്ക് നഷ്ടമായിരുന്നു. എന്നാൽ ഹാനിബാൽ എന്ന കാർത്തേജിയൻ സേനാനി ഗോളികളെ തന്റെ പക്ഷത്തേക്ക് ചേർത്ത് സൈന്യത്തിന്റെ അംഗബലം ഇരട്ടയാക്കി. 40,000 കാലാൾപ്പടയും 10,000 കുതിരപ്പടയും ഇനി അദ്ദേഹത്തിന്റെ കീഴിലാണ്. തെക്കോട്ടുള്ള പടയോട്ടം തുടരുന്നു. 217 ബിസിയിൽ സിസാൽപൈൻ ഗോളിലുണ്ടായ ഗോളിക് പ്രക്ഷോഭവും ട്രെബിയയിൽ 10,000കണക്കിന് സൈനികരെ നഷ്ടപ്പെട്ടതിലുള്ള ആഘാതവും റോമൻ സെനറ്റിനെ നിശ്ചയദാർഢ്യത്തിലേക്ക് നയിച്ചു. രാഷ്ട്രീയമായ പ്രതിസന്ധികൾക്കിടയിലും 2 പുതിയ കോൺസലുകൾ തിരഞ്ഞെടുക്കപ്പെട്ടു. പുതിയ സൈന്യങ്ങളോടൊപ്പം ഹാനിബാളിനെ നേരിടാൻ അവരെ വടക്കോട്ടയച്ചു. മറ്റു യുദ്ധമുഖങ്ങളെയും അവർ അവഗണിച്ചില്ല. എബ്രോയിലെ കാർത്തേജിയന്മാർക്കെതിരെയുള്ള വിജയം അതിന് തെളിവാണ്. അതേ വർഷം തന്നെ ഐബീരിയയിലേക്ക് കൂടുതൽ സൈനികരെ അയക്കാൻ അവർ തീരുമാനിച്ചു. പക്ഷേ റോമാ സാമ്രാജ്യത്തിന്റെ പ്രധാന ശ്രദ്ധ സ്വന്തം മണ്ണിൽ തന്നെയായിരുന്നു. ഇറ്റാലിയൻ ഉപദ്വീപിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെ തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കാനായിരുന്നു അവരുടെ പദ്ധതി. പടിഞ്ഞാറ് തണുപ്പുകാലത്തും വസന്തകാലത്തും കടന്നുപോകാൻ അസാധ്യമതെന്ന് കരുതിയിരുന്ന ആർണോ നദിയുടെ വിശാലമായ ചതുപ്പുകൾ, ഉപദ്വീപിനെ മുറിച്ചുകടന്നുപോകുന്ന ദുർഘടമായ അപ്പനൈൻ പർവ്വതനിരകൾ, ഈ 2 വഴികളിലൂടെ മാത്രമേ ഹാനിബാളിന് മധ്യ ഇറ്റലിയിലേക്ക് കടക്കാൻ കഴിയൂ എന്ന് റോമാക്കാർക്കറിയാമായിരുന്നു. 2 വഴികളും തടയാൻ അവർ നീങ്ങുകയും ചെയ്തു. കോൺസൽ ഗയസ് ഫ്ലമീനിയസ് ട്രെബിയ യുഗത്തിൽ അവശേഷിച്ച 10,000 ലീജിയനറിമാരുമായി അരേഷ്യത്തിൽ നിലയുറപ്പിച്ചു. അദ്ദേഹത്തിന്റെ സഹകോൺസലായ ഗ്നായസ് സെർവീലിയസ് ജെമിനസ് അർമിനിയത്തിൽ നിലയുറപ്പിച്ചു. 2 സൈന്യങ്ങളിലും സാധാരണയിൽ കൂടുതൽ കുതിരപ്പടയാളികളെ ഉൾപ്പെടുത്തിയിരുന്നു. ഇത് അവരുടെ കുതിരപ്പടയുടെ എണ്ണത്തിലുള്ള കുറവ് നികത്താൻ വേണ്ടിയായിരുന്നു. അതേസമയം ഹാനിബാളിനും സ്വന്തം പ്രതിസന്ധികളുണ്ടായിരുന്നു. പോ താഴ്വരയിൽ ഒരു സൈനിക താവളം സ്ഥാപിച്ചെങ്കിലും സൈന്യം അവിടുത്തെ വിഭവങ്ങളുപയോഗിച്ച് മുന്നോട്ടു പോയതിനാൽ ഗോലികളുടെ പിന്തുണ കാലക്രമേണ കുറഞ്ഞു. അതേസമയം റോമാക്കാർ വടക്ക് കൂടുതൽ യുദ്ധങ്ങൾക്ക് തയ്യാറല്ലെന്ന് തീരുമാനിച്ചിരുന്നു. അതിനാൽ അവിടെത്തന്നെ തുടരുന്നത് ഹാനിബാളിന് പ്രയോജനകരമായിരുന്നില്ല. തന്റെ ഗോളിക് സഖ്യകക്ഷികൾക്ക് യുദ്ധത്തിലുള്ള താൽപര്യം നഷ്ടപ്പെടുന്നതിനു മുൻപ് തന്നെ റോമാക്കാർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തേണ്ടത് അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു. സെനറ്റിനെപ്പോലെ ഹാനിബാളിനും അറിയാമായിരുന്നു, ഒന്നുകിൽ അഡ്രിയാറ്റിക് തീരത്തുകൂടെ പോയി പൈസന്റത്തിന്റെ ദുർഘടമായ ഭൂമിയിൽ വെച്ച് സെർവീലിയസിനോട് ഏറ്റുമുട്ടാം, അല്ലെങ്കിൽ അപ്പനൈൻ പർവ്വതനിരകളിലെ ദുർഘടമായ ചുരങ്ങളിലൂടെ പോയി ഫ്ലമീനിയസുമായി ഏറ്റുമുട്ടാം. 2 വഴികളും നല്ലതായിരുന്നില്ല. ഏതു വഴി തെരഞ്ഞെടുത്താലും റോമാക്കാർക്ക് തന്റെ നീക്കങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയാൻ കഴിയുമായിരുന്നു. മാത്രമല്ല, ശക്തമായ റോമൻ പ്രതിരോധത്തിനെതിരെ ഒരു നീണ്ട യുദ്ധത്തിന് നിർബന്ധിതനാവുകയും ചെയ്യുമായിരുന്നു. ഇത് 2 കോൺസുലർ സൈന്യങ്ങൾക്കും ഒന്നിക്കാൻ സമയം നൽകുകയും ചെയ്യും. അത് ഹാനിബാളിന് താങ്ങാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. പക്ഷേ വസന്തത്തിന്റെ തുടക്കത്തിൽ കാർത്തേജിയൻ ജനറൽ അപ്രതീക്ഷിതമായ ഒരു നീക്കം നടത്തി. അപ്പനൈൻ പർവ്വതങ്ങളിലൂടെയും അപകടകരമായ ആർണോ നദിയുടെ ചതുപ്പുകളിലൂടെയും തന്റെ സൈന്യത്തെ മുന്നോട്ടു നയിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. 2 കോൺസലുകളെയും അമ്പരപ്പിക്കുകയും റോമിനെ തന്നെ ഭീഷണിപ്പെടുത്താൻ തക്ക ഒരു നല്ല സ്ഥാനത്ത് എത്തുകയും ചെയ്യുകയായിരുന്നു. ഈ പദ്ധതി ആൽപ്സ് കടന്നതിനേക്കാൾ ധീരമായിരുന്നു. യാത്ര അതികഠിനമായിരുന്നു. തന്റെ ഏറ്റവും അച്ചടക്കമുള്ള കാലാൾപ്പടയായ ലിബിയൻകാരെയും ഐബീരിയൻകാരെയും ഹാനിബാൽ സൈന്യത്തിന്റെ തലപ്പത്ത് നിർത്തി. അവർ അതിവേഗത്തിൽ മുന്നോട്ടുപോയപ്പോൾ അതിവേഗത്തിൽ യാത്ര ചെയ്ത് പരിചയമില്ലാത്ത ഗോളികൾക്ക് ആ വേഗത നിലനിർത്താൻ കഴിഞ്ഞില്ല. അവർ നിരയുടെ പിറകിലായത് അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകളുണ്ടാക്കി. കുതിരപ്പടയെ നിരയുടെ പിറകിൽ നിർത്തി ഗോളികളെ മുന്നോട്ടു നയിക്കുകയും പിന്തിരിയാൻ ആഗ്രഹിക്കുന്നവരെ നിരീക്ഷിക്കുകയും ചെയ്തു. എങ്കിലും സൈന്യത്തിന്റെ ഏറ്റവും വലിയ ശത്രു ഭൂപ്രദേശമായിരുന്നു. തണുപ്പുകാലത്തെ മഴയിൽ ആർണോ നദി കരകരവിഞ്ഞൊഴുകി താഴ്വരയെ ചെളി നിറഞ്ഞ ചതുപ്പ് നിലമാക്കി മാറ്റി. ആഴത്തിലുള്ള വെള്ളത്തിൽ ദിവസങ്ങളോളം സൈന്യം മുന്നോട്ടുപോയി, വിശ്രമിക്കാനോ ഉറങ്ങാനോ ഇടമില്ലാതെ. ഈ യാത്രയിൽ പലരും രോഗങ്ങളും ക്ഷീണവും കാരണം മരണപ്പെട്ടു. ഹാനിബാളിന് പോലും ഒരു കണ്ണിന് കാഴ്ച നഷ്ടമായി. താമസിയാതെ കാർത്തേജിയൻ സൈന്യം ചതുപ്പിൽ നിന്ന് പുറത്തുവന്നു. അവരെ തടയാൻ റോമൻ സൈന്യം വടക്ക് കാത്തിരിക്കുന്നു എന്ന് കരുതി. അവരറിഞ്ഞില്ല. പക്ഷേ കാർത്തേജിയൻ ജനറൽ 4 ദിവസത്തിനുള്ളിൽ 50,000 സൈനികരുമായി അപ്പനൈൻ പർവ്വതനിരകളും ആർണോ നദിയുടെ ചതുപ്പുകളും ആരമറിയാതെ കടന്നുപോയിരുന്നു. ഇപ്പോൾ അദ്ദേഹം അടുത്ത നീക്കത്തിന് തയ്യാറെടുക്കുന്ന സ്ഥാനത്തായിരുന്നു. അദ്ദേഹം തന്റെ സൈന്യത്തിന് കുറച്ചു ദിവസം വിശ്രമം നൽകി. തെക്കോട്ട് നിരീക്ഷണത്തിനായി സംഘങ്ങളെ അയച്ചു. ഫ്ലമീനിയസ് അരേഷ്യത്തിലാണെന്നും
എട്രോറിയൻ സമതലങ്ങളിൽ സൈന്യത്തിന്റെ മനോവീര്യം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഭക്ഷണവും മറ്റു വിഭവങ്ങളുമുണ്ടെന്നും മനസ്സിലാക്കി ഫ്ലമീനിയസ് ഒരഹങ്കാരിയും ധൃതിക്കാരനുമായ സൈന്യാധിപനാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം സമ്പന്നമായ എട്രൂറിയൻ ഗ്രാമങ്ങളെ കൊള്ളയടിച്ചും കത്തിച്ചും യുദ്ധത്തിന് പ്രകോപിപ്പിക്കാൻ പദ്ധതിയിട്ടു. താമസിയാതെ അരേഷ്യത്തിന് പടിഞ്ഞാറ് ഗ്രാമങ്ങളിൽ നിന്നും വയലുകളിൽ നിന്നും പുക ഉയരുന്നത് കണ്ടു. കാർത്തേജിയൻ സൈന്യം ധിക്കാരത്തോടെ ഫ്ലമീനിയസിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് കടന്നുപോയി. താൻ സംരക്ഷിക്കാൻ ബാധ്യതനായ ഭൂമി സ്വന്തം കൺമുൻപിൽ കത്തുന്നത് കണ്ട് ഫ്ലമീനിയസ് കോപാകുലനായി. എന്നിട്ടും ഉപദേശകരുടെ നിർബന്ധം കാരണം സെർവീലിയസിനായി കാത്തുനിൽക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. തുറന്ന യുദ്ധത്തിന് ഫ്ലമീനിയസിനെ നിർബന്ധിക്കാൻ സാധിക്കാത്തതിനാൽ അരേഷ്യത്തെ ആക്രമിക്കുന്നത് ഹാനിബാളിന് അസാധ്യമായിരുന്നു. തനിക്ക് വീണ്ടും പകരം വയ്ക്കാൻ കഴിയാത്ത തന്റെ പരിചയസമ്പന്നനായ സൈനികരെ നഷ്ടപ്പെടുത്താൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. തനിക്ക് പരിമിതമായ വിഭവങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ തന്നെ അവർക്ക് മുന്നോട്ടു പോകേണ്ടത് അത്യാവശ്യമായിരുന്നു. തന്റെ പിറകിൽ 2 സൈന്യങ്ങളെയും അവഗണിച്ച് മുന്നോട്ടു പോകുക എന്നത് ഭ്രാന്തനായ തീരുമാനമായി തോന്നിയേക്കാം. പക്ഷേ അരേഷ്യത്തെ മറികടന്നുപോയതിലൂടെ ഹാനിബാൾ മുൻകൈയെടുക്കുകയും റോമാക്കാരെ ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്തു. താൻ നിശ്ചയിക്കുന്നതനുസരിച്ച് യുദ്ധം നടക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. താമസിയാതെ നല്ല വാർത്തകളുമായി നിരീക്ഷകരെത്തി. ഫ്ലമീനിയസ് സെർവീലിയസിനായി കാത്തുനിൽക്കാൻ അദ്ദേഹം തീരുമാനിച്ചിട്ടില്ല. ഉടൻ ഒരു യുദ്ധമുണ്ടാകുമെന്ന് മനസ്സിലാക്കിയ ഹാനിബാൾ തന്റെ ഗോളിക് സൈനികരോട് തങ്ങൾ നേരിടാൻ പോകുന്നത് മുൻപ് തങ്ങൾക്ക് ദുരിതങ്ങൾ നൽകിയ ഫ്ലമീനിയസിനെയാണെന്ന് അറിയിച്ചു. ഗൗളിക് ഗോത്രങ്ങൾക്കെതിരെ നേടിയ വിജയങ്ങളിലൂടെ ഫ്ലാമിനിയസ് അറിയപ്പെട്ടിരുന്നു. റോമക്കാർക്ക് ഗൗളിക് ഭൂമികളിൽ താമസിക്കാൻ അനുമതി നൽകുന്ന നിയമം അവതരിപ്പിച്ചതും അദ്ദേഹമാണ്. ഇത് സംഘർഷങ്ങൾക്ക് കാരണമാവുകയും അതിനെ ഫ്ലാമിനിയസ് കൂടുതൽ ഗൗളിക് ഭൂമികൾ പിടിച്ചെടുക്കുകയും റോമാക്കാരെ അവിടെ താമസിപ്പിക്കുകയും ചെയ്തു. അതിനാൽ ഫ്ലാമിനിയസിനെ അവർ വെറുത്തു. ഹാനിബാളിന്റെ സൈന്യത്തിലുള്ള 17,000 ഗൗളുകൾക്ക് അദ്ദേഹത്തെ നേരിടാൻ കാത്തിരിക്കാൻ കഴിഞ്ഞില്ല. വളരെ ശക്തിയിലും ധൈര്യത്തിലും വിശ്വസിക്കുന്ന റോമൻ സൈന്യത്തിന് ശത്രുക്കൾ നശിപ്പിച്ച ഗ്രാമങ്ങളിലൂടെയും വയലുകളിലൂടെയും കടന്നുപോകുന്നത് അപമാനകരമായിരുന്നു. എന്നാൽ ഫ്ലാമിനിയസിന് സ്വയം രക്ഷിക്കാൻ അവസരമുണ്ടായിരുന്നു. അവർ കാർത്തേജിയന്മാരിൽ നിന്ന് ഒരു ദിവസത്തെ യാത്ര അകലെയായിരുന്നു. ക്രിസ്തുവിന് മുൻപ് 217 ജൂൺ 24 അതിരാവിലെയായിരുന്നു അത്. ദൂരെ വീറുന്ന പുക ലക്ഷ്യമാക്കി ഫ്ലാമിനിയസ് സൈന്യവുമായി മുന്നോട്ടു നീങ്ങി. ദൂരത്തുനിന്ന് കാർത്തേജിയൻ ക്യാമ്പുകളിലെ തീയാണെന്ന് അവർ കരുതി. ട്രെബിയ യുദ്ധത്തിൽ നിന്നും രക്ഷപ്പെട്ട പരിചയസമ്പന്നരായ പടയാളികളെ അദ്ദേഹം മുന്നിൽ നിർത്തി. സൈന്യം മുന്നോട്ടു പോയപ്പോൾ താഴ്വരയെയും തടാകത്തെയും ഒരു കനത്ത മൂടൽമഞ്ഞും മൂടി. തീരദേശം നിശബ്ദമായിരുന്നു. മുന്നോട്ട് വ്യക്തമായി കാണാൻ കഴിയാതിരുന്ന റോമാക്കാർ വഴിയിൽ തടസ്സമുണ്ടാക്കി നിന്ന ഹാനിബാളിന്റെ കാലാൾപ്പടയിൽ തട്ടിനിന്നു. താഴ്വരയുടെ അങ്ങേയറ്റത്ത് യാദൃച്ഛികമായി യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ശത്രുക്കളെ കണ്ട് അത്ഭുതപ്പെട്ടെങ്കിലും റോമൻ സൈന്യം യുദ്ധസജ്ജമായി. മൂടൽമഞ്ഞിന് കാഴ്ചയെ തടസ്സപ്പെടുത്തി. എന്നാൽ മൂടൽമഞ്ഞിനു മുകളിലുള്ള കുന്നുകളിൽ മറഞ്ഞിരുന്ന ഹാനിബാളിന്റെ സൈന്യത്തിന് റോമൻ പടയോട്ടം വ്യക്തമായി കാണാൻ കഴിഞ്ഞിരുന്നു. റോമാക്കാർ ഒരു കെണിയിലേക്കാണ് നടന്നെടുക്കുന്നതെന്ന് അവർക്കപ്പോൾ അറിയില്ലായിരുന്നു. ട്രെസിമൻ തടാകത്തിലെ ഈ കെണി ഒരുക്കുക എന്നത് വളരെ പ്രയാസമായിരുന്നു. ഹാനിബാളിന് തന്റെ സൈന്യത്തെ കുന്നുകളിലേക്ക് അയക്കാൻ കഴിഞ്ഞില്ല. കാരണം അത് വഴിയിൽ അടയാളങ്ങൾ അവശേഷിപ്പിക്കും. ഫ്ലാമിനിയസ് തൊട്ടുപിന്നാലെ ഉണ്ടായിരുന്നത് കാരണം അദ്ദേഹത്തിന് സമയവും കുറവായിരുന്നു. എന്നിട്ടും ഹാനിബാൾ താഴ്വരയുടെ കിഴക്കേ അറ്റത്തേക്ക് സൈന്യത്തെ നയിച്ചു. എങ്ങനെയാണ് 10,000 സൈനികരെ കുന്നുകൾക്ക് ചുറ്റും വിന്യാസിച്ചത്? കുറഞ്ഞ സമയത്തിനുള്ളിൽ രാത്രിയിൽ യാതൊരു സംശയവും ജനിപ്പിക്കാതെ ഇത്രയും വലിയ സൈനിക നീക്കം നടത്തുന്നത് ഒരു അത്ഭുതം തന്നെയായിരുന്നു. ഇപ്പോൾ ഹാനിബാൾ തന്റെ ഒളിച്ചിരുന്ന സൈന്യത്തിന് ആക്രമണത്തിനുള്ള സൂചന നൽകി. കുഴലൂതിയാണോ അതോ റോമാക്കാർ താഴ്വരയുടെ ഉള്ളിലെത്തിയ ശേഷം ഒളിഞ്ഞിരുന്ന് ആക്രമിക്കാൻ നിർദ്ദേശം നൽകിയോ എന്നത് വ്യക്തമല്ല. എന്തായാലും കെണി പൂർണ്ണമായും വിജയിച്ചു. ദൂരത്തുനിന്നുള്ള ക്യാമ്പ് തീ ആളിക്കത്തിച്ചതിന്റെ ശബ്ദം കേട്ട് കാർത്തേജിയൻ സൈന്യം ദൂരെയാണെന്ന് റോമാക്കാർ വിശ്വസിച്ചു. വിദഗ്ധമായി ഒളിച്ചിരുന്ന 10,000 സൈനികരെ ഉപയോഗിച്ച് ഹാനിബാൾ ശത്രുക്കളെ പൂർണ്ണമായും വലഞ്ഞു. അപ്രതീക്ഷിതമായി എത്തിയ ന്യൂമീഡിയൻ കുതിരപ്പടയും ഗൗളിക് കാലാൾപ്പടയും റോമൻ സൈന്യത്തിന്റെ പിന്നിൽ ആക്രമണം തുടങ്ങി. രക്ഷപ്പെടാനുള്ള വഴി അടച്ചു. ഹാനിബാളിന്റെ ലൈറ്റ് ഇൻഫൻട്രിയും സ്കിർമിഷർമാരും ഗൗളിക് കാലാൾപ്പടയും റോമൻ സൈന്യത്തിന്റെ നടുവിൽ ആക്രമണം തുടങ്ങി. താഴ്വരയുടെ ഉള്ളിലേക്ക് വിന്യാസമില്ലാതെ കടന്നുപോവുകയായിരുന്ന ഫ്ലാമിനിയസിന്റെ സൈന്യം പൂർണ്ണമായും ആ കെണിയിൽപ്പെട്ടു. താമസിയാതെ അവർക്ക് ജീവനു വേണ്ടിയുള്ള പോരാട്ടമായി. യുദ്ധത്തിന്റെ ആദ്യ മണിക്കൂറിൽ റോമൻ നിരകൾ പൂർണ്ണമായും ചിതറിപ്പോയി. പല സൈനികരും സ്വന്തമായി യുദ്ധം ചെയ്യേണ്ട അവസ്ഥയിലായി. യുദ്ധം അതികഠിനമായിരുന്നു. അടുത്തുള്ള വലിയ ഭൂകമ്പം പോലും ആരും അറിഞ്ഞില്ല. 1 മണിക്കൂറിൽ കുറഞ്ഞ സമയം കൊണ്ട് ഹാനിബാളിന്റെ സൈന്യം ചിതറിയ ശത്രുക്കളെ കീറിമുറിച്ചു.
ഈ നിമിഷം മുതൽ യുദ്ധം ഒരു കൂട്ടക്കൊലയായി മാറി. ന്യൂമീഡിയകരും ഗൗളുകളും റോമൻ സൈന്യത്തിന്റെ പിന്നിലുള്ളവരെ പൂർണ്ണമായും കീഴടക്കി. അവരെ തടാകത്തിന്റെ കരയിലേക്ക് നിർബന്ധിതരാക്കി. പലരും കനത്ത കവചങ്ങളോടെ തടാകത്തിലേക്ക് നീന്താൻ ശ്രമിച്ചു. പോലിബിയസ് എന്ന ചരിത്രകാരന്റെ അഭിപ്രായത്തിൽ പല റോമാക്കാരും തടാകത്തിൽ മുങ്ങിമരിച്ചു. ബാക്കിയുള്ളവർ ദയയ്ക്കു വേണ്ടി കേണപേക്ഷിച്ചും കൊല്ലപ്പെട്ടു. റോമൻ സൈന്യത്തിന്റെ നടുവിലുള്ളവർ ധൈര്യമായി പോരാടിയെങ്കിലും 2 മണിക്കൂറിനു ശേഷം ഫ്ലാമിനിയസിന്റെ ബഹുഭാഗം സൈനികരും കൊല്ലപ്പെട്ടു. മറ്റുള്ളവർ രക്ഷപ്പെടുന്നതിനിടയിൽ തടാകത്തിൽ മുങ്ങിമരിച്ചു. ഒരു ഐതിഹ്യത്തിനനുസരിച്ച് റോമൻ കോൺസലിനെ യുദ്ധത്തിനിടയിൽ തിരിച്ചറിഞ്ഞ ഗൗളുകൾ അദ്ദേഹത്തെ വധിക്കാൻ ആവേശത്തോടെ പോരാടി. കോൺസലിന്റെ ഏറ്റവും മികച്ച സൈനികർ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒരു ഗൗളിക് യോദ്ധാവ് മുന്നോട്ടുപോയി കോൺസലിന്റെ ശരീരം തുളച്ചുകൊണ്ട് അദ്ദേഹത്തെ വധിച്ചു. അതേസമയം റോമൻ സൈന്യത്തിന്റെ മുന്നിലുള്ളവർ ഇപ്പോഴും പിടിച്ചുനിന്നു. യുദ്ധം നഷ്ടപ്പെട്ടോ എന്ന് മനസ്സിലായപ്പോൾ അവർ രക്ഷപ്പെടാൻ വേണ്ടി ഹാനിബാളിന്റെ കാലാൾപ്പടയെ ഭേദിച്ചു മുന്നോട്ടു പോകാൻ ശ്രമിച്ചു. പക്ഷേ അവരും 1-2 ദിവസത്തിനുള്ളിൽ പിടികൂടപ്പെട്ടു. 3 മണിക്കൂറിൽ കുറഞ്ഞ യുദ്ധത്തിൽ ഒരു പൂർണ്ണ റോമൻ സൈന്യവും തുടച്ചു മാറ്റപ്പെട്ടു. ഫ്ലാമിനിയസിന്റെ ശരീരം ഗൗളിക് സൈനികർ കീറിമുറിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിനാൽ തന്നെ ഹാനിബാളിന് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്താനോ ശരിയായ ശവസംസ്കാരം നൽകാനോ കഴിഞ്ഞില്ല. അതേസമയം കാർത്തേജിയൻ സൈന്യത്തിന് കാര്യമായ നഷ്ടങ്ങൾ സംഭവിച്ചില്ല. വലിയ തോതിലുള്ള കൊള്ളമുതൽ ലഭിച്ചു, പ്രത്യേകിച്ച് സൈനികോപകരണങ്ങൾ. ഹാനിബാൾ തന്റെ കാലാൾപ്പടയെ റോമൻ ആയുധങ്ങൾ ഉപയോഗിച്ച് വീണ്ടും സജ്ജീകരിച്ചു. ഓരോ സൈനികനും റോമൻ കവചവും വെങ്കല ഹെൽമറ്റും ഷീൽഡും നൽകി. അയ്യേറ്റിയൊരു 4ാമത്തെ ഒരു കാര്യം കൂടി സംഭവിച്ചു. ഫ്ലാമിനിയസുമായി ചേരാൻ പുറപ്പെട്ട സെർവീലിയസ് തന്റെ 4000 കുതിരപ്പടയെ ഫ്ലാമിനിയസിനെ സഹായിക്കാൻ മുന്നോട്ടയച്ചു. ഫ്ലാമിനിയസിന്റെ പരാജയത്തെക്കുറിച്ച് സെർവീലിയസ് അറിയുന്നതിന് മുൻപ് തന്നെ ഹാനിബാൾ ഈ നീക്കത്തെക്കുറിച്ച് മനസ്സിലാക്കി. ഹാനിബാളിന്റെ 2ാമത്തെ കമാൻഡറായ മഹാർബൽ അവരെ നേരിടാൻ കുതിച്ചു. ഒരു അപ്രതീക്ഷിത ആക്രമണം നടത്തി. അതിൽ നിന്ന് രക്ഷപ്പെട്ടവരെ പിടികൂടി. സെർവീലിയസിന്റെ കുതിരപ്പടയെ ഇല്ലാതാക്കിയതിലൂടെ ഹാനിബാൾ അദ്ദേഹത്തിന്റെ മുഴുവൻ സൈന്യത്തെയും ഫലപ്രദമായി നിർവീര്യമാക്കി. ഒരു മുഴുവൻ സൈന്യത്തെ കെണിയിൽപ്പെടുത്തി നശിപ്പിച്ച ട്രസിമൻ തടാകത്തിലെ ഹാനിബാളിന്റെ കെണിയോട് കീടപിടിക്കാൻ മറ്റൊരു സൈന്യാധിപനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ട്രസിമൻ തടാകം റോമിന് സമീപമായതിനാൽ റോമൻ ജനസംഖ്യ നിരാശയിലായി. ഹാനിബാൾ നഗരം ആക്രമിക്കുന്നതിൽ നിന്ന് തടയാൻ യാതൊന്നും കഴിയില്ലെന്ന് അവർക്ക് തോന്നി. സെർവീലിയസിന് വടക്കോട്ട് പിന്മാറി ഗൗളുകൾക്കെതിരെ പോരാടേണ്ടി വന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ റോമൻ സെനറ്റ് ഫേബിയസ് മാക്സിമസ് എന്ന ഒരാളെ റോമൻ പ്രതിരോധം ഏകോപിപ്പിക്കാൻ ഏകാധിപതിയായി നിയമിച്ചു. കഴിഞ്ഞ 7 മാസത്തിനുള്ളിൽ ഇറ്റലിയിലെത്തി റോമൻ സൈന്യങ്ങളെ അദ്ദേഹം പലതവണ തോൽപ്പിച്ചു. തലസ്ഥാനത്തിൽ നിന്ന് 130 കിലോമീറ്റർ അകലെയാണിപ്പോൾ അദ്ദേഹം നിലകൊള്ളുന്നത്. റോമിലേക്കുള്ള വഴി തുറന്നുകിടക്കുന്നു. 10 ദിവസത്തിൽ താഴെ മാത്രമേ യാത്ര. റോമാ സാമ്രാജ്യത്തിന്റെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ അവർ 1-ാം പൂണിക് യുദ്ധത്തിൽ നേടിയ പ്രദേശങ്ങൾ സംരക്ഷിക്കുക എന്നതായിരുന്നു. കാർത്തേജാകട്ടെ തങ്ങൾക്ക് നഷ്ടപ്പെട്ട പ്രദേശങ്ങളായ സിസിലി, സർദീനിയ, കോർസിക്ക എന്നിവ തിരികെ പിടിക്കാൻ ശ്രമിച്ചു. ഹാനിബാളിന്റെ വരവിൽ റോമൻ സാമ്രാജ്യത്തിന്റെ പക്കലുണ്ടായിരുന്ന 11 സൈന്യങ്ങളിൽ 2 സിസിലിയിലും 2 സർദീനിയയിലും 2 ഐബീരിയയിലേക്കും 1 താരന്തത്തിലുമായിരുന്നു. ഹാനിബാളിനെ നേരിടാൻ 4 സൈന്യങ്ങളെ ഇറ്റലിയിൽ വിട്ടു. ട്രസിമൻ തടാകത്തിലെ യുദ്ധസമയത്ത് 2 സൈന്യങ്ങളെ ഫ്ലാമിനിയസ് നയിച്ചു. അവ നശിപ്പിക്കപ്പെട്ടു. മറ്റ് 2 സെർവീലിയസിനൊപ്പമായിരുന്നു. അവരുടെ കുതിരപ്പട നശിപ്പിക്കപ്പെട്ടതിനാൽ ആ സൈന്യം ഉപയോഗശൂന്യമായി. അതിനാൽ സെർവീലിയസിനു വടക്കോട്ടു മടങ്ങേണ്ടി വന്നു. ഫേബിയസ് മാക്സിമസിനെ ഏകാധിപതിയായി നിയമിച്ചപ്പോൾ നഗരത്തിന്റെ പ്രതിരോധത്തിനായി 2 പുതിയ സൈന്യങ്ങളെ രൂപീകരിക്കാൻ റോം അനുമതി നൽകി. എന്നാൽ ഈ സൈന്യങ്ങൾക്ക് വേണ്ടത്ര പരിശീലനം ലഭിച്ചിരിക്കാൻ സാധ്യതയില്ല. ഹാനിബാലിന് യുദ്ധക്കളത്തിൽ വ്യക്തമായ ആധിപത്യമുണ്ടായിരുന്നു. മാത്രമല്ല, എട്രൂറിയൻ തീരത്ത് ചുറ്റിസഞ്ചരിക്കുന്ന 70 കാർത്തേജിയൻ കപ്പലുകളെയും അദ്ദേഹത്തിന് ആശ്രയിക്കാമായിരുന്നു. ഈ കപ്പലുകൾ സൈനികരെയും സാധനങ്ങളും ഇറ്റലിയിലേക്ക് എത്തിക്കാനല്ല വന്നത്. റോമിന് സമീപം അവയുടെ സാന്നിധ്യം നഗരം പിടിച്ചെടുക്കാൻ ഒരു കരകടൽ ഓപ്പറേഷൻ ആസൂത്രണം ചെയ്തിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ട്രസിമൻ യുദ്ധത്തിനു ശേഷം തലസ്ഥാനത്തേക്ക് നീങ്ങുന്നത് തന്ത്രപരമായി ശരിയായ തീരുമാനമായിരുന്നു. റോമാക്കാർക്ക് മറ്റു യുദ്ധമുഖങ്ങളിൽ നിന്ന് സൈനികരെ തലസ്ഥാനത്തേക്ക് പിൻവലിക്കാൻ ഇത് നിർബന്ധിതമാക്കുമായിരുന്നു. ഇത് സിസിലി, സർദീനിയ എന്നിവയെ കാർട്ടേജിയൻ ആക്രമണങ്ങൾക്ക് തുറന്നു കാട്ടുമായിരുന്നു. അതേസമയം സമീപിക്കുന്ന ഏതൊരു സൈന്യത്തെയും നേരിടാൻ ഹാനിബാലിന് ഉപരോധം ഉപേക്ഷിക്കാമായിരുന്നു. തന്ത്രപരവും സൈനികവുമായ ലക്ഷ്യങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടത് യുദ്ധത്തിന്റെ അന്തിമഫലത്തിൽ ഒരുപക്ഷെ നിർണായകമായ പങ്ക് വഹിച്ചിരിക്കാം.
ഹാനിബാൽ ഇത് പിന്നീടൊരു നഷ്ടപ്പെട്ട അവസരമാണെന്ന് സമ്മതിച്ചുവെങ്കിലും തന്റെ തീരുമാനങ്ങൾ അദ്ദേഹം ഒരിക്കലും വിശദീകരിച്ചില്ല. റോമൻ തലസ്ഥാനം ആക്രമിക്കാതിരുന്നതിന് ചരിത്രകാരന്മാർ 2 പ്രധാന കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തേത്, നഗരത്തിന്റെ വലിപ്പവും കാവലും കാരണം നഗരം ഉപരോധിക്കാൻ ഹാനിബാളിന് വേണ്ടത്ര സൈനികർ ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഈ വാദം ശരിയായി തോന്നിയില്ല. റിപ്പബ്ലിക്കിന്റെ കാലത്ത് റോം നഗരത്തിൽ 4,50,000-നും 5,00,000-നും ഇടയിൽ ആളുകൾ താമസിച്ചിരുന്നു. മുഴുവൻ ജനങ്ങളും വെറും 13.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിൽ താമസിച്ചു. നഗരം 11 കിലോമീറ്റർ നീളമുള്ള സെർവിയൻ മതിൽ കൊണ്ട് ചുറ്റപ്പെട്ടിരുന്നു. ചില സ്ഥലങ്ങളിൽ അതിന് 10 മീറ്റർ ഉയരമുണ്ടായിരുന്നു. പ്രധാന വഴികളിലേക്ക് നയിക്കുന്ന 5 പ്രധാന കവാടങ്ങളുണ്ടായിരുന്നു. നഗരം തുറന്ന വയലുകൾക്ക് അഭിമുഖമായിരുന്ന ഇടത്ത് 10 മീറ്റർ ആഴമുള്ള പ്രതിരോധ കിടങ്ങുകളുണ്ടായിരുന്നു. ഈ പ്രതിരോധങ്ങൾ കാർട്ടേജിയൻ എഞ്ചിനീയറിംഗിന് ഒരു തടസ്സമായിരിക്കില്ല. കൂടാതെ തനിക്ക് 50,000 സൈനികരുള്ള ഹാനിബാളിന്റെ സൈന്യത്തിന് നഗരം ഉപരോധിക്കാൻ കഴിയുമായിരുന്നു. നഗരത്തിന്റെ പ്രതിരോധത്തിനുള്ള 2 സൈന്യങ്ങൾ യുദ്ധത്തിന് തയ്യാറാണെങ്കിൽ പോലും 10,500 സൈനികർക്ക് മതിലുകളും കവാടങ്ങളും കാൽക്കാൻ കഴിയുമായിരുന്നില്ല. രണ്ടാമത്തെ കാരണം, ടിബർ നദിയിലൂടെയുള്ള വിതരണമാർഗങ്ങൾ റോമൻ കപ്പലുകൾ തുറന്നിരുന്നതിനാൽ ഒരു നാവിക ഉപരോധം അസാധ്യമായിരിക്കും എന്നതാണ്. അക്കാലത്ത് ഓസ്ട്രിയ റോമിന്റെ പ്രധാന തുറമുഖമായിരുന്നില്ല. ചക്രവർത്തി ക്ലോഡിയസ് അത് വികസിപ്പിച്ചത് 250 വർഷങ്ങൾക്ക് ശേഷമാണ്. രണ്ടാം പൂണിക് യുദ്ധസമയത്ത് തലസ്ഥാനത്തേക്കുള്ള ഭൂരിഭാഗം കടൽമാർഗമുള്ള വിതരണങ്ങളും 190 കിലോമീറ്റർ അകലെയുള്ള പുട്ടയോഴിലെ തുറമുഖത്തിൽ നിന്നാണ് വന്നിരുന്നത്. റോഡുകൾ തടഞ്ഞുകൊണ്ട് ഹാനിബാളിന് ഈ വിതരണമാർഗങ്ങൾ മുറിക്കാൻ കഴിയുമായിരുന്നു. അതിനാൽ നാവിക ഉപരോധം ആവശ്യമായിരുന്നില്ല. ചരിത്രത്തിലെ ഏറ്റവും വലിയ സാഹസികനിൽ ഒരാളായ ഹാനിബാൽ താൻ ഏറ്റവും ശക്തനായിരുന്നപ്പോഴും റോം ഏറ്റവും ദുർബലമായിരുന്നപ്പോഴും നഗരം പിടിച്ചെടുക്കാൻ ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണ്? ചരിത്രകാരന്മാർ മുന്നോട്ടുവയ്ക്കുന്ന ഒരു സാധ്യത, ഹെലനിസ്റ്റിക് ചിന്താഗതി ഹാനിബാളിന്റെ യുദ്ധക്കാഴ്ചപ്പാടിനെ സ്വാധീനിച്ചിരിക്കാം എന്നതാണ്. ശത്രുവിനെ പൂർണ്ണമായും നശിപ്പിക്കാതെ തന്നെ യുദ്ധം വിജയിക്കാമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പകരം ഒരു പക്ഷത്തിന്റെ നേതൃത്വം തങ്ങൾക്ക് ഇനി യുദ്ധത്തിൽ വിജയിക്കാൻ കഴിയില്ലെന്നും പോരാട്ടം തുടർന്നാൽ കൂടുതൽ നഷ്ടങ്ങൾ സംഭവിക്കുമെന്നും മനസ്സിലാക്കുന്നതുവരെ യുദ്ധങ്ങൾ തുടരും. അതിനാൽ നിരവധി യുദ്ധങ്ങൾ തീരുമാനിച്ചതിന് ശേഷം റോം സമാധാന ഉടമ്പടിക്ക് ശ്രമിക്കുമെന്ന് അദ്ദേഹം കരുതിയിരിക്കാം. എന്നാൽ റോമൻ യുദ്ധക്കാഴ്ചപ്പാട് നേർരേഖയിലുള്ളതായിരുന്നു: നശിപ്പിക്കുക അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടുക. റോം ഒരു പരാജയവും അംഗീകരിക്കില്ല. അവരവസാന സൈനികൻ വരെ പോരാടും. ഒരുപക്ഷെ 217 BC-യിൽ ഹാനിബാൾ ഇത് പൂർണ്ണമായും മനസ്സിലാക്കിയിരിക്കാം. എന്തായാലും ഫേബിയസ് റോമിൽ പ്രതിരോധ തയ്യാറെടുപ്പുകൾ നടത്തി. അതറിയാതെ ഹാനിബാൾ കിഴക്കോട്ട് അഡ്രിയാറ്റിക് തീരത്തേക്ക് തിരിഞ്ഞു. 2 സേനാധിപന്മാർ തമ്മിൽ ഒരു ഒളിച്ചകളി ആരംഭിക്കാൻ പോകുകയായിരുന്നു. ക്രിസ്തുവിന് മുൻപ് 217-ന്റെ അവസാന കാലഘട്ടം. കത്തിനശിച്ച പട്ടണങ്ങളും കൃഷിയിടങ്ങളും കണ്ണെത്താ ദൂരത്തോളം വ്യാപിച്ചു കിടന്നു. റോമിലെ ഏറ്റവും സമ്പന്നമായ പ്രദേശമായിരുന്ന ഈഗൾ ഫലർണസ് താഴ്വരയെ ഹാനിബാൽ കൊള്ളയടിച്ചു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഒരു വലിയ റോമൻ സൈന്യത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. തണുപ്പ് അടുത്തുവരുന്നതിനാൽ ഹാനിബാളിന് സമയം കുറവായിരുന്നു. 217 BC വേനൽക്കാലം. റോമിലേക്ക് മാർച്ച് ചെയ്യാൻ തീരുമാനിക്കാതെ ഹാനിബാൾ അപ്പനൈൻ പർവ്വതങ്ങളിലൂടെ മടങ്ങി. വഴിക്ക് കാണുന്ന സൈനിക പ്രായമുള്ള എല്ലാ റോമൻ പുരുഷന്മാരെയും വധിക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു. എന്നിട്ടും കാർട്ടേജിയൻ ജനറലിന് ആശങ്കകൾ പറയാൻ കാരണങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സൈന്യം ആൽപ്സ് കടന്നതിനു ശേഷം 3 യുദ്ധങ്ങൾ ചെയ്തു. എന്നാൽ പൂർണ്ണമായും ആരോഗ്യം വീണ്ടെടുക്കാത്തതുകൊണ്ടാണ് ഈ സമയത്ത് സൈനികർക്ക് രോഗങ്ങൾ പിടിപെട്ടത്. 10 ദിവസത്തിനു ശേഷം കാർട്ടേജിയൻ സൈന്യം അഡ്രിയാറ്റിക് കടൽ തീരത്തെത്തി. അവിടുത്തെ ധാരാളം വിഭവങ്ങൾ ഉപയോഗിച്ച് ആരോഗ്യനില വീണ്ടെടുക്കാൻ ഹാനിബാൾ സൈനികർക്ക് അനുവാദം നൽകി. അതേസമയം പുതിയ 30 കപ്പലുകളും 8,000 സൈനികരും പുതിയ വിഭവങ്ങളുമായി പബ്ലിയസ് കോർണീലിയസ് സ്കിപ്പിയോയെ ഐബീരിയയിലേക്ക് അയച്ചു. ഹാനിബാൾ ഇറ്റലിയിൽ നാശം വിതയ്ക്കുന്ന ഈ സമയത്ത് ഐബീരിയയിലേക്ക് വിഭവങ്ങൾ വഴിതിരിക്കാൻ സെനറ്റിനെ പ്രേരിപ്പിച്ചത് എന്താണ്? ഒന്നാമതായി, കരമാർഗം ഹാനിബാലിന് കൂടുതൽ സഹായം ലഭിക്കുന്നത് തടയാനായിരുന്നു. രണ്ടാമതായി, ഭാവിയിൽ ഐബീരിയയിൽ റോമൻ സാന്നിധ്യം ഉറപ്പിക്കാൻ അവർ ആഗ്രഹിച്ചു. ജ്ഞായത്തിന്റെ തന്ത്രപരമായ നയതന്ത്ര രീതികളും ഈബീരിയൻ ഗോത്രങ്ങളെ റോമൻ പക്ഷത്തേക്ക് കൊണ്ടുവരാനുള്ള അദ്ദേഹത്തിന്റെ കഴിവും കാരണം ഇത് സാധ്യമായി. റോമിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കായി കാത്തുനിൽക്കാതെ സ്വയംഭരണാധികാരത്തോടെ പ്രവർത്തിക്കാൻ ജ്ഞായത്തിന്റെ കഴിവ് റോമാക്കാർക്കൊരു തന്ത്രപരമായ നേട്ടം നൽകി. ഐബീരിയയിൽ സ്കിപ്പിയോ സഹോദരന്മാരെ പിന്തുണയ്ക്കുന്നതിലൂടെ റോമിന് അവരുടെ സ്വന്തം മണ്ണിൽ കാർട്ടേജിയനെ നേരിടാൻ നല്ല സാധ്യതകളുണ്ടെന്ന് സെനറ്റ് ഉറപ്പുവരുത്തി.
ഇറ്റലിയിലേക്ക് മടങ്ങിവന്ന ഹാനിബോൾ കടൽത്തീരത്തുകൂടി മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നു. ഇറ്റലിയിലെ സാഹചര്യങ്ങൾ അറിയിച്ചുകൊണ്ട് അദ്ദേഹം കാർത്തേജിലേക്കൊരു സന്ദേശമയച്ചു. അദ്ദേഹത്തിന്റെ പുരോഗതിയിൽ കാർത്തേജിയൻ സെനറ്റ് സന്തോഷം പ്രകടിപ്പിക്കുകയും യുദ്ധത്തിന് സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അതേസമയം നിയമിതനായ ഏകാധിപതി ക്വിൻറ്റസ് ഫേബിയസ് മാക്സിമസ് ജെമിനസിന്റെ ശേഷിച്ച 4 സൈന്യങ്ങളെ ഏറ്റെടുത്ത് ഹാനിബോളിനെ പിന്തുടർന്നു. ട്രിസിമൻ തടാകത്തിലെ വലിയ നഷ്ടങ്ങൾ നികത്താൻ 2 പുതിയ സൈന്യങ്ങളെ കൂടി രൂപീകരിച്ചു. ഇത് ഏകാധിപതിയുടെ സൈന്യത്തെ 40,000-ആയി ഉയർത്തി. പുതിയ സൈനികരിൽ പലരും വളരെ ചെറുപ്പക്കാരോ പ്രായമുള്ളവരോ ആയിരുന്നു. 50കളുടെ അവസാനത്തിലായിരുന്ന ഫേബിയസ് റോമൻ ജനറൽമാരുടെ നിലവാരമനുസരിച്ച് പ്രായമുള്ളവനായിരുന്നു. എന്നാൽ അദ്ദേഹം കഴിവ് തെളിയിച്ചൊരു സേനാധിപനായിരുന്നു. തന്റെ പദ്ധതി അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നില്ല. ശത്രുക്കളുടെ സാന്നിധ്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് ലഭിക്കുന്നതിനായി അദ്ദേഹം വളരെ ശ്രദ്ധയോടെ മുന്നോട്ടു നീങ്ങി. അതേസമയം ഹാനിബോൾ കൊള്ളയടിച്ചും കത്തിച്ചും മുന്നോട്ടു നീങ്ങി. ധാരാളം ധാന്യങ്ങളും കന്നുകാലികളെയും മറ്റു ഉൽപ്പന്നങ്ങളും ശേഖരിച്ചു. റോമിന്റെ ചില സഖ്യകക്ഷികളെ തനിക്കൊപ്പം ചേർക്കാൻ കഴിയുമെന്ന് കരുതി ദക്ഷിണ ഇറ്റലിയിലേക്കെത്താനായിരുന്നു അദ്ദേഹത്തിന്റെ പദ്ധതി. അപ്പൂലിയയുടെ വടക്കുവച്ച് 2 സേനാധിപന്മാർ ആദ്യമായി കണ്ടുമുട്ടി. 10 കിലോമീറ്റർ അകലെയാണ് അവർ നിലയുറപ്പിച്ചത്. ഹാനിബോൾ ഉടൻ തന്നെ റോമൻ ക്യാമ്പിന് പുറത്ത് യുദ്ധത്തിന് തയ്യാറാണെന്നറിയിച്ചു. എന്നാൽ ഫേബിയസിൽ നിന്ന് ഒരു പ്രതികരണവുമുണ്ടായില്ല. ശത്രുവിന്റെ ഭീരുത്വം കണ്ട് സ്വന്തം സൈനികർക്ക് മതിപ്പുണ്ടാക്കുന്നതുവരെ ഹാനിബോൾ കാത്തുനിന്നു. ശേഷം ക്യാമ്പിലേക്ക് മടങ്ങി. അടുത്ത ദിവസം രാവിലെ ഹാനിബോൾ യാത്ര തുടർന്നു. ഫേബിയസിനെ യുദ്ധത്തിനായി പ്രേരിപ്പിക്കാനായി അദ്ദേഹം ഗ്രാമങ്ങളെ നശിപ്പിച്ചു. അപ്പനൈൻ പർവ്വതങ്ങളിലൂടെ അദ്ദേഹം റോമൻ സൈന്യത്തെ കടന്നുപോയി. എന്നാൽ റോമൻ ഏകാധിപതി ശത്രുവിനെ പിന്തുടരുകയും മാത്രം ചെയ്തു. ഒരു സാഹചര്യത്തിലും യുദ്ധം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് തോന്നി. അദ്ദേഹത്തിന്റെ പകുതിയോളം പുതിയ സൈനികരായിരുന്നത് കാരണം ഇത് വിവേകപൂർവമായ തീരുമാനമായിരുന്നു. ഫേബിയസിന്റെ തന്ത്രം റോമിൽ അത്ര പ്രചാരത്തിലായിരുന്നില്ല. ട്രെബിയയിലെയും ട്രെസിമെനിലെയും ദുരന്തങ്ങളുണ്ടായിട്ടും റോമൻ സെനറ്റിലെ ശക്തരായ പലരും ഹാനിബോളിനെ ഒരു തുറന്ന യുദ്ധത്തിൽ തോൽപ്പിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചു. ഏകാധിപതിയായി നിയമിക്കപ്പെട്ടിട്ടും ഫേബിയസിന് സ്വന്തമായി 2ാമത്തെ കമാൻഡറെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം സെനറ്റ് നിഷേധിച്ചു. പകരം മുൻ കൗൺസിലായ മാർക്കസ് മിനൂഷ്യസ് റൂഫസിനെ അദ്ദേഹത്തിന് നിർബന്ധിതമായി നൽകി. എന്നിരുന്നാലും ഹാനിബോൾ അപ്പനൈനിലൂടെ യാത്ര തുടർന്നപ്പോൾ ഫേബിയസ് അദ്ദേഹത്തെ പിന്തുടർന്നു. കുന്നുകളുള്ള ഭൂമി റോമാക്കാർക്ക് അനുകൂലമായിരുന്നു. ഇത് ഫേബിയസിന് ഉയർന്ന ഭൂമിയിൽ നിലയുറപ്പിക്കാൻ അവസരം നൽകി. ഹാനിബോൾ ഒരിക്കലും ആക്രമിക്കാൻ ധൈര്യപ്പെടാത്ത സ്ഥാനങ്ങളിൽ അദ്ദേഹം നിലയുറപ്പിച്ചു. ഹാനിബോളിന്റെ ഭക്ഷണശേഖരങ്ങളെ ആക്രമിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സൈന്യത്തിന് ഭക്ഷണസാധനങ്ങൾ ലഭിക്കുന്നതിനെ തടയാനായിരുന്നു ഏകാധിപതിയുടെ പദ്ധതി. എന്നാൽ അദ്ദേഹം ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് തയ്യാറായില്ല. അടുത്തുള്ള ഗ്രാമങ്ങളിലെ താമസക്കാരോട് അവർക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത്ര മൃഗങ്ങളെയും ഭക്ഷണസാധനങ്ങളും എടുത്തുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം നശിപ്പിച്ച് സുരക്ഷിത പട്ടണങ്ങളിൽ അഭയം തേടാനും ഫേബിയസ് നിർദ്ദേശിച്ചു. പിന്നീട് ഫേബിയൻ തന്ത്രമെന്നറിയപ്പെട്ട ഈ രീതി ഹാനിബോളിന്റെ സൈന്യത്തിന്റെ അംഗബലം കുറയ്ക്കാൻ മാത്രമല്ല, റോമൻ സൈന്യത്തിന്റെ ആത്മവിശ്വാസം വീണ്ടെടുക്കാനും സഹായിച്ചു. തന്റെ സൈന്യത്തിന്റെ തന്ത്രപരമായ മികവിനെ ഉപയോഗിക്കാനും തനിക്ക് താങ്ങാൻ കഴിയാത്ത ഒരു നീണ്ട യുദ്ധം തടയാനും തുറന്ന യുദ്ധം ആവശ്യമാണെന്ന് ഹാനിബോൾ മനസ്സിലാക്കി. ഫേബിയസ് ഈ പുതിയ തന്ത്രം തുടർന്നാൽ അദ്ദേഹത്തിന്റെ യുദ്ധശ്രമങ്ങൾക്കുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അദ്ദേഹം തിരിച്ചറിഞ്ഞു. എന്നാൽ തന്ത്രശാലിയായ കാർത്തീജ്യൻ ജനറലിന് ഒരു പദ്ധതിയുണ്ടായിരുന്നു. ശത്രുവിന് യുദ്ധത്തിനുള്ള അവസരം നൽകാതെ ഫേബിയസ് മിടുക്ക് കാണിച്ചു. എന്നാൽ ഹാനിബോൾ ബെനവെന്റം എന്ന കോട്ടകെട്ടിയ നഗരം കടന്നുപോയപ്പോഴേക്കും റോമൻ സൈന്യം 2 ദിവസത്തെ യാത്ര പിന്നിലായിപ്പോയി. റോമിലെ ഏറ്റവും സമ്പന്നമായ പ്രദേശങ്ങളിലൊന്നായ എയ്ഗർ ഫലർനെസിലേക്ക് കടന്ന് അതിനെ നശിപ്പിക്കാൻ കാർത്തേജിയൻ ജനറൽ പദ്ധതിയിട്ടു. റോമൻ പൗരന്മാർ താമസിക്കുന്ന ഈ പ്രധാന പ്രദേശത്തെ ഭീഷണിപ്പെടുത്തുന്നത് ഫേബിയസിനെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയോ അല്ലെങ്കിൽ റോമിന്റെ ദൗർബല്യം തുറന്നു കാണിക്കുകയോ ചെയ്യുമെന്ന് കരുതി റോമിന്റെ 2ാമത്തെ വലിയ നഗരമായ കപ്പുവ ഉൾപ്പെടെയുള്ള മറ്റു നഗരങ്ങളെയും പക്ഷം മാറ്റാൻ പ്രേരിപ്പിക്കുമെന്ന് അദ്ദേഹം കരുതി. താഴ്വരയിൽ പ്രവേശിച്ചപ്പോൾ ഹാനിബോൾ തന്റെ സൈനികരെ അഴിച്ചുവിട്ടു. വിഭവങ്ങൾ ശേഖരിച്ചും ബാക്കിയുള്ളതെല്ലാം കത്തിച്ചു കളയാനും അദ്ദേഹം ഉത്തരവിട്ടു. വലിയ അളവിൽ വിലപിടിപ്പുള്ള സാധനങ്ങളും കന്നുകാലികളെയും മറ്റുൽപ്പന്നങ്ങളും ശേഖരിക്കപ്പെട്ടു. ഫേബിയസിന്റെ തന്ത്രം നേരത്തെ തന്നെ ജനപ്രിയമല്ലായിരുന്നെങ്കിലും ഇപ്പോൾ കത്തുനശിക്കുന്ന സമ്പന്നമായ എസ്റ്റേറ്റുകൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശക്തിയെയും തകർത്തു. ഒരു കോപാകുലനായ മിനൂഷ്യസ് അടക്കമുള്ള ഉദ്യോഗസ്ഥരും സൈനികനും യുദ്ധത്തിന് നിർബന്ധിച്ചിട്ടും സമ്മർദ്ദത്തിലായിരുന്ന ഫേബിയസ് അതിന് തയ്യാറായില്ല.
എയ്ഗർ ഫലർനസ് കത്തിക്കൊണ്ടിരുന്നിട്ടും ഫേബിയസ് കുന്നുകളിൽ നിന്നിറങ്ങി വന്ന് കാർത്തേജ്യന്മാരെ വെല്ലുവിളിക്കാൻ തയ്യാറായില്ല. ഫേബിയസിന്റെ പദ്ധതിയുടെ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കിയത് ഹാനിബാൾ മാത്രമായിരുന്നു എന്ന് തോന്നുന്നു. തുറന്ന യുദ്ധത്തിന് പ്രേരിപ്പിക്കാൻ ഹാനിബാളിന് കഴിഞ്ഞില്ല. വലിയ അളവിൽ കൊള്ളമുതൽ ലഭിച്ചെങ്കിലും വസന്തകാലം വരെ താഴ്വരയിൽ തങ്ങാൻ അദ്ദേഹത്തിന് കഴിയില്ലെന്ന് വ്യക്തമായിരുന്നു. അദ്ദേഹത്തിന്റെ സൈന്യത്തിന് തണുപ്പുകാലം കഴിച്ചുകൂട്ടാൻ ഒരു താവളം സ്ഥാപിക്കേണ്ടത് ആവശ്യമായിരുന്നു. താഴ്വരയിൽ നിന്ന് പുറത്തെടുക്കാൻ പല വഴികളും ഉണ്ടായിരുന്നു. എന്നാൽ ഫേബിയസ് തെക്ക് നദിയിലുള്ള സൈനിക കേന്ദ്രങ്ങളെ ശക്തിപ്പെടുത്തിയിരുന്നു. താഴ്വരയുടെ കിഴക്കും പടിഞ്ഞാറുമുള്ള അറ്റങ്ങളിൽ ചെറിയ സംഘങ്ങളെ നിലയുറപ്പിച്ചു. ഈ സംരക്ഷിത സ്ഥലങ്ങളിലൂടെ ഏതെങ്കിലും വഴിക്ക് മുന്നോട്ടു പോകുന്നത് ഹാനിബാളിന് അപകടകരമായിരുന്നു. അതുകൊണ്ട് താൻ വന്ന വഴിക്ക് തിരിച്ചു പോകാനായിരുന്നു അദ്ദേഹത്തിന്റെ പദ്ധതി. എന്നാൽ റോമൻ ഏകാധിപതി ഹാനിബാൾ പുറത്തെടുക്കാൻ ഉദ്ദേശിച്ച ചുരം തടസ്സപ്പെടുത്താൻ 4000 സൈനികരെ ഉയർന്ന സ്ഥലത്ത് നിലയുറപ്പിച്ചു. ബാക്കിയുള്ള സൈന്യവുമായി കുന്നിന്റെ ചരിവിൽ അദ്ദേഹം നിലയുറപ്പിച്ചു. ശത്രുക്കൾ താഴ്വരയിൽ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമിക്കുമ്പോൾ അവരുടെ പിന്നിൽ നിന്ന് ആക്രമിക്കാനും ഹാനിബാൾ കുടങ്ങിയെന്ന് മനസ്സിലാക്കി. വിഭവങ്ങൾ കുറഞ്ഞു വരുമ്പോൾ പ്രതിരോധിക്കപ്പെടുന്ന റോമൻ സ്ഥാനങ്ങൾക്കെതിരെ നേരിട്ടുള്ള ആക്രമണം നടത്താൻ നിർബന്ധിതനാകുമെന്നറിഞ്ഞു. സമയം മുന്നോട്ടു പോകുന്തോറും അദ്ദേഹത്തിന്റെ സാഹചര്യം കൂടുതൽ വഷളാകും. അതുകൊണ്ട് അദ്ദേഹം തയ്യാറെടുപ്പുകൾ തുടങ്ങി. അവസാനം ഏതാനും ആഴ്ചകൾക്ക് ശേഷം ഹാനിബാൾ സൈനികരോട് നല്ലൊരു അത്താഴം കഴിക്കാനും രാത്രിയിലുള്ള യാത്രയ്ക്ക് നേരത്തെ ഉറങ്ങാൻ ഉത്തരവിട്ടു. 3 ക്യാമ്പുകളിലെയും പ്രവർത്തനങ്ങൾ നിശബ്ദമായപ്പോൾ കാവൽക്കാർ അവരുടെ സ്ഥാനങ്ങളിൽ തുടർന്നു. രാത്രി ആകാശത്ത് ക്യാമ്പ് തീ വെളിച്ചം പകർന്നു. 1 മണിക്കൂറിന് ശേഷം ചുരത്തിനു മുന്നിലുള്ള ഒരു ചെറിയ കുന്നിൻനിരയിൽ ടോർച്ചുകളുടെ കൂട്ടം പ്രത്യക്ഷപ്പെട്ടു. ഹാനിബാൾ ബലം പ്രയോഗിച്ച് പുറത്തുകടക്കാൻ തീരുമാനിച്ചുവെന്ന് തോന്നി. തങ്ങൾ പിന്നിൽ നിന്ന് ആക്രമിക്കപ്പെടുന്നുവെന്ന് കരുതി ചുരം കാത്തുനിന്ന 4000 റോമൻ സൈനികർ ശത്രുവിന്റെ നീക്കം തടസ്സപ്പെടുത്താൻ തങ്ങളുടെ സ്ഥാനങ്ങൾ ഉപേക്ഷിച്ചു. എന്നാൽ ടോർച്ചുകൾ സൈനികരായിരുന്നില്ല. അവ കൊമ്പുകളിൽ കത്തുന്ന കൊമ്പുകൾ കെട്ടിയ ആയിരക്കണക്കിന് കാളകളായിരുന്നു. ഹാനിബാളിന്റെ സൈന്യത്തെ അനുഗമിച്ചവർ അവയെ നിയന്ത്രിച്ചിരുന്നു. പരസ്പരം കൂട്ടം കൂടി നിന്ന മൃഗങ്ങളുടെ അടുത്തെത്തിയപ്പോൾ സൈനികർ ആശയക്കുഴപ്പത്തിലായി. അപ്പോൾ ഇരുട്ടിൽ നിന്ന് 2000 ഐബീരിയൻ ജാവലിന്മാന്മാർ പുറത്തുവന്നു. എണ്ണത്തിൽ കുറവായിരുന്നെങ്കിലും അവർക്ക് ഭാരം കൂടിയ കവചം പണിഞ്ഞ റോമാക്കാരേക്കാൾ വേഗത്തിൽ ദുർഘടമായ ഭൂമിയിൽ പോരാടാൻ കഴിഞ്ഞു. കുന്നിൻനിരയിൽ യുദ്ധം കൊടുമ്പിരി കണ്ടപ്പോൾ ഹാനിബാൾ തന്റെ ബാക്കിയുള്ള സൈന്യവുമായി മുന്നോട്ടു നീങ്ങി. ഇപ്പോൾ ആളൊഴിഞ്ഞ ഇടുങ്ങിയ പാതയിലൂടെ ശത്രുവിനെ ചുറ്റിവളയ്ക്കാൻ അദ്ദേഹം പദ്ധതിയിട്ടു. ഫേബിയസ് ടോർച്ചുകളുടെ വെളിച്ചം കണ്ടെങ്കിലും ഇരുട്ടിൽ തന്റെ ക്യാമ്പിൽ നിന്ന് നീങ്ങാൻ വിസമ്മതിച്ചു. രാത്രിയിൽ യുദ്ധം ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളും തന്റെ സൈനികർക്ക് പരിചയം കുറവായതും കാരണം ഫേബിയസിന്റെ തീരുമാനം ശരിയായിരുന്നു. ഹാനിബാൾ മറ്റൊരു കെണിയൊരുക്കുകയാണോ എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല. ഹാനിബാൾ സൈന്യത്തെയും കൊള്ളമുതലുകളെയും നശിപ്പിക്കാതെ രക്ഷപ്പെട്ടു. പ്രഭാതമായപ്പോൾ തന്റെ എതിരാളിയേക്കാൾ വേഗത്തിൽ കാർത്തേജ്യൻ ജനറൽ പ്രതികരിച്ചു. തന്റെ സൈന്യത്തിന്റെ പിന്നിൽ നിന്ന് ഐബീരിയൻ കാലാൾപ്പടയെ കുന്നിൻനിരയിൽ യുദ്ധം ചെയ്യുന്ന സൈനികരെ പിന്തുണയ്ക്കാൻ അയച്ചു. ചെറിയ ആയുധങ്ങളുള്ളതും വേഗതയുള്ളതുമായ കാലാൾപ്പട ജാവലിന്മാന്മാർക്ക് ആശ്വാസമേകാൻ മാത്രമല്ല റോമൻ സൈന്യത്തിന് കനത്ത നഷ്ടങ്ങളും വരുത്തുകയും ചെയ്തു. പൂർണ്ണമായും നിസ്സഹായമായ ഒരു സാഹചര്യത്തിൽ നിന്ന് ഹാനിബാൾ തന്റെ സൈന്യത്തെ രക്ഷപ്പെടുത്തിയ രീതി പുരാതന സൈനിക തന്ത്രങ്ങളിൽ ഒരു ക്ലാസിക്കായി മാറി. തന്റെ എതിരാളിയെ രക്ഷപ്പെടാനനുവദിച്ചതിന് ഫേബിയസ് അപമാനിക്കപ്പെട്ടു. ഫേബിയസിന്റെ രാജകീയ നില തകർന്നെങ്കിലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സൈനികർക്ക് വിലയേറിയ പരിചയം ലഭിച്ചു. ഏറ്റവും പ്രധാനമായി റോമൻ സൈന്യത്തെ മറ്റൊരു വമ്പിച്ച പരാജയത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുത്തി. ഇത് റോമിന്റെ പല സഖ്യകക്ഷികളെയും ഹാനിബാളിനൊപ്പം ചേരാൻ പ്രേരിപ്പിക്കുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം അപ്പെണ്ണയനിലൂടെ ഹാനിബാളിനെ വീണ്ടും പിന്തുടർന്നു. 2 സേനാധിപന്മാരും വീണ്ടും കണ്ടുമുട്ടുമായിരുന്നു. 217 BC വേനൽക്കാലത്തിന്റെ അവസാനമായിരുന്നു അത്. എയ്ഗർ ഫലർനസ് താഴ്വാരയിൽ കാർത്തേജ്യൻ കൊള്ളയ്ക്ക് ശേഷം തീ കെട്ടടങ്ങിയപ്പോൾ അവിടുത്തെ ആളുകൾ കത്തിനശിച്ച തങ്ങളുടെ പട്ടണങ്ങളിലേക്ക് മടങ്ങിയെത്തി. ഫേബിയസിനെ കബളിപ്പിച്ച് ഹാനിബാൾ താഴ്വാരയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇപ്പോൾ റോമിൽ സെനറ്റിൽ പ്രയമുടലെടുത്തു. കാരണം കാർത്തേജ്യൻ ജനറൽ വീണ്ടും റോമിലേക്ക് തന്നെ നീങ്ങുകയായിരുന്നു. എയ്ഗർ ഫലർനസ് താഴ്വാരയിൽ നിന്ന് സൈന്യത്തെയും കൊള്ളമുതലുകളെയും നശിപ്പിക്കാതെ രക്ഷപ്പെടുത്തിയത് ഹാനിബാളിന്റെ പ്രതിഭയെ വീണ്ടും ഉയർത്തിക്കാട്ടി. എന്നാൽ 2ാമത്തെ തവണയും റോമിലേക്കുള്ള വഴി തുറന്നുകിടന്നിട്ടും ഹാനിബാൾ തന്റെ സൈന്യവുമായി അപ്പേനയൻ പർവ്വതങ്ങളിലേക്ക് മടങ്ങിപ്പോയി.
തുടർച്ചയായ വിജയങ്ങൾ ഇറ്റലിയിൽ സഖ്യമുണ്ടാക്കാൻ അദ്ദേഹത്തെ സഹായിച്ചിരുന്നില്ല. കാമ്പാനിയയിലെ സമതലങ്ങളിൽ ശക്തമായ ഒരു നിലയുറപ്പിക്കാതെ തണുപ്പുകാലം കഴിച്ചുകൂട്ടാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടെത്തേണ്ടതുണ്ടായിരുന്നുവെന്ന് കാർത്തേജ്യൻ ജനറലിന് അറിയാമായിരുന്നു. കിഴക്കോട്ട് തന്റെ പഴയ യുദ്ധഭൂമിയായ അഡ്രിയാറ്റിക് തീരത്തേക്ക് മടങ്ങുന്നത് വിവേചകപൂർവമായിരുന്നു. കൊള്ളമുതലുകളുമായി പതുക്കെ നീങ്ങിയ കാർത്തേജ്യന്മാർ വഴിയിൽ നാശം വിതച്ചു. ഫേബിയസ് അവരെ തടഞ്ഞില്ല. റോമൻ ഭൂമിയിലുണ്ടായ ഈ തടസ്സമില്ലാത്ത നാശവും ഏഗൽഫലനരസ് താഴ്വാരയിൽ നിന്ന് രക്ഷപ്പെട്ടതും ഫേബിയസിനെതിരെ സെനറ്റിൽ പ്രതിഷേധമുയർത്തി. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ തന്ത്രം റോമൻ സൈന്യത്തെ വലിയ നഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഫേബിയസ് കാരണം റിപ്പബ്ലിക് യുദ്ധത്തിൽ നിലയുറപ്പിച്ചു. ഇത് റോമൻ സഖ്യകക്ഷികളെ ഹാനിബാളിനൊപ്പം ചേരുന്നതിൽ നിന്ന് തടഞ്ഞു. എന്നിട്ടും അദ്ദേഹത്തിന്റെ ശ്രദ്ധാപൂർവമായ യുദ്ധപദ്ധതികൾ കാരണം ഫേബിയസിന്റെ ജനപ്രീതി കുറഞ്ഞു. ഏഗർ ഫലർനെസ് താഴ്വാരയിൽ നടന്ന കൊള്ളയിൽ ഫേബിയസിന്റെ സ്വത്തുകളും ഭൂമിയും നശിപ്പിക്കാതെ രക്ഷപ്പെട്ടുവെന്ന റോമിൽ വാർത്തകൾ പരന്നത് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ സംശയമുണ്ടാക്കി. തന്റെ സൽപ്പേര് വീണ്ടെടുക്കാൻ സെനറ്റ് റോമൻ തടവുകാരുടെ മോചനത്തിന് പണം നൽകില്ല എന്നറിഞ്ഞതിനു ശേഷം തടവുകാരെ മോചിപ്പിക്കാൻ തന്റെ സ്വത്തുക്കളുടെ ഭാഗങ്ങൾ വിൽക്കാൻ ശ്രമിച്ചു. തനിക്കെതിരെ നിരന്തരമായ വിമർശനങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹം ഫേബിയൻ തന്ത്രം തുടർന്നു. ഹാനിബാളിനെ പിന്തുടർന്നു. പല പൗരന്മാരും തങ്ങളുടെ പട്ടണങ്ങളും വിളകളും കത്തിക്കാൻ വിസമ്മതിച്ചതിനാൽ അദ്ദേഹത്തിന്റെ തന്ത്രത്തിന് പരിമിതമായ ഫലമേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കാർത്തേജ്യൻ സൈന്യത്തിന്റെ നീക്കത്തെ തടസ്സപ്പെടുത്തി. അതേസമയം ഹാനിബാൾ തന്റെ തണുപ്പുകാലത്ത് താമസത്തിന് അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തി: ജെറോണിയം എന്ന പട്ടണം. ഹാനിബാളിന്റെ ആവശ്യങ്ങൾ നിരസിക്കപ്പെട്ടപ്പോൾ പട്ടണം ബലം പ്രയോഗിച്ച് പിടിച്ചെടുത്തതാണോ അതോ അവിടുത്തെ താമസക്കാർ ഓടിപ്പോയപ്പോൾ അദ്ദേഹം പട്ടണം കൈവശപ്പെടുത്തിയതാണോ എന്നത് വ്യക്തമല്ല. എന്തായാലും ഹാനിബാൾ പട്ടണത്തിനു പുറത്ത് തമ്പടിച്ചു. തകർന്ന മതിൽ നണപ്പിക്കും പട്ടണത്തിനു ചുറ്റും കിടങ്ങികളും വേലികളും നിർമ്മിച്ച് ജെറോണിയത്തെ ഒരു സൈനിക താവളമാക്കി മാറ്റി. അവിടെ വിഭവങ്ങളും കന്നുകാലികളും സൂക്ഷിച്ചു. രോഗികളായവരും പരിക്കേറ്റവരും ക്യാമ്പിൽ സുഖം പ്രാപിച്ചു. ആയിരക്കണക്കിന് ആളുകൾ പടിഞ്ഞാറുള്ള സമതലങ്ങളിൽ വിഭവങ്ങൾ ശേഖരിച്ചു. കിഴക്കുള്ള കുന്നുകളിൽ കന്നുകാലികളെയും കുതിരകളെയും മേയിച്ചു. ശക്തമായ ഒരു പ്രതിരോധസ്ഥാനത്ത് വസന്തകാലം വരെ ആവശ്യമായ വിഭവങ്ങളുള്ള ജെറോണിയം സൈന്യത്തോടൊപ്പം തടുപ്പുകാലം കഴിച്ചുകൂട്ടാൻ അനുയോജ്യമായ സ്ഥലമായിരുന്നു. അതേസമയം താഴ്വാരയുടെ എതിർവശത്തുള്ള കുന്നിൻ ചെരുവുകളിൽ 3 ദിവസത്തിന് ശേഷം റോമാക്കാർ എത്തി തമ്പടിച്ചു. എന്നാൽ സെനറ്റിലെ അതൃപ്തി കാരണം ഫേബിയസിന് റോമിലേക്ക് പോകേണ്ടി വന്നു. ഔദ്യോഗികമായി അദ്ദേഹം മതപരമായ കാര്യങ്ങൾക്കായി തലസ്ഥാനത്തേക്ക് പോയി. എന്നാൽ അദ്ദേഹത്തിന്റെ അഭാവത്തിന് കൂടുതൽ സാധ്യതയുള്ള കാരണം തന്റെ വിമർശകരെ നേരിടാനും തന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കാനും യുദ്ധത്തിന് അദ്ദേഹത്തിന് ലഭിക്കുന്ന പിന്തുണ വീണ്ടെടുക്കാനുമായിരുന്നു. റോമിൽ രാഷ്ട്രീയ ചർച്ചകൾ കൊഴുത്തപ്പോൾ ജെറോണിയത്തിനടുത്തുള്ള റോമൻ ക്യാമ്പിൽ മിന്നുസിയസ് കൂടുതൽ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു. രണ്ടാമത്തെ കമാൻഡർ എന്ന നിലയ്ക്ക് ഫേബിയൻ തന്ത്രം പിന്തുടരാനുള്ള നിർദ്ദേശങ്ങളുമായി അദ്ദേഹത്തെ സൈന്യത്തിന്റെ ചുമതല ഏൽപ്പിച്ചു. എന്നാൽ ഹാനിബാളിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ ആഗ്രഹിച്ച മിന്നൂസിയസ് സമതലത്തിൽ ക്യാമ്പ് സ്ഥാപിച്ച് അവിടെ നിന്ന് കാർത്തേജ്യൻ ഫോറേജിൻ പാർട്ടികളെ വേട്ടയാടാൻ കുതിരപ്പടയെയും സൈന്യത്തെയും അയച്ചു. മിക്ക സൈനികരും രക്ഷപ്പെട്ടെങ്കിലും ഹാനിബാൾ തന്റെ ഭക്ഷണശേഖരണ സ്ഥലങ്ങൾ സംരക്ഷിക്കാൻ വേഗത്തിൽ നീങ്ങി. റോമൻ ക്യാമ്പിന് മുകളിലുള്ള കുന്നിൻനിര പിടിച്ചെടുക്കാൻ അദ്ദേഹം 2000 ലിബിയക്കാരെ അയച്ചു. തെക്ക് അദ്ദേഹം ഒരു താൽക്കാലിക ക്യാമ്പ് സ്ഥാപിച്ചു. അവിടെ തന്റെ സൈന്യത്തിന്റെ 2/3 ഭാഗത്തെയും നിലയുറപ്പിച്ചു. ശത്രുവിനെ നേരിടാൻ ആവേശത്തിലായിരുന്ന മിനൂഷ്യസ് കാലാൾപ്പടയെ കാർത്തേജ്യൻ ക്യാമ്പിലേക്ക് അയച്ചു. അതേസമയം അദ്ദേഹത്തിന്റെ ലൈറ്റ് ഇൻഫൻട്രിയും കുതിരപ്പടയും കുന്നിൻനിരയിലേക്ക് പോയി. ഇത് ഹാനിബാലിനൊരു പ്രശ്നം സൃഷ്ടിക്കുന്നതായി തോന്നി. എണ്ണത്തിൽ കുറവായിരുന്നെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുതിരപ്പട പ്രധാന ക്യാമ്പിലായിരുന്നു. റോമക്കാരെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കാൻ മനഃപൂർവ്വം ദൗർബല്യം കാണിച്ചതാണോ അതോ കുതിരകൾക്ക് വിശ്രമം ആവശ്യമായിരുന്നതുകൊണ്ടായിരുന്നോ എന്ന് വ്യക്തമല്ല. എന്തായാലും മിനൂഷ്യസിനെതിരെയുള്ള യുദ്ധത്തിൽ അദ്ദേഹത്തിന് മൊബിലിറ്റി കുറവായിരുന്നു. കൂടുതൽ സൈനിക ബലവും മൊബിലിറ്റിയും ഉണ്ടായിരുന്ന റോമാക്കാർ കുന്നിൻനിര പിടിച്ചെടുത്തു. കാർത്തേജയന്മാർക്കുമേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താനുള്ള അവസരം കണ്ട മിനൂഷ്യസ് തന്റെ ക്യാമ്പ് പിടിച്ചെടുത്ത കുന്നിൻനിരയിലേക്ക് മാറ്റി. മറ്റൊരാക്രമണം പ്രതീക്ഷിച്ച ഹാനിബാൽ സൈന്യത്തെ മുൻ ക്യാമ്പിനുള്ളിൽ യുദ്ധത്തിന് തയ്യാറാക്കി നിർത്തിക്കൊണ്ട് ഭക്ഷണശേഖരണ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തി. എന്നാൽ മിനൂഷ്യസ് അതേപടി തുടർന്നു. ഏതാനും ദിവസത്തെ നിഷ്ക്രിയത്വത്തിനു ശേഷം കാർത്തേജിയൻ ജനറൽ പ്രതിസന്ധി അവസാനിപ്പിച്ചു. ഓരോ ദിവസവും കൂടുതൽ സൈനികരെ ഭക്ഷണം ശേഖരിക്കാൻ അയച്ചു. അവസാനം 4000 പേരെ നിയോഗിച്ചു. താൻ എണ്ണത്തിൽ കുറവായിരുന്നിട്ടും ഇത്രയധികം സൈനികരെ ചുറ്റുമുള്ള ഗ്രാമങ്ങളിലേക്ക് അയച്ചത് എന്തിനാണെന്നൊരു ചോദ്യമുയർന്നു.
ഹാനിബാലിന് ശൈത്യകാലത്തേക്ക് വിഭവങ്ങൾ അത്രയധികം ആവശ്യമായിരുന്നോ, അതോ മിനൂഷ്യസിനെ യുദ്ധത്തിനായി പ്രകോപിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചതാണോ? ഏതായാലും മിനൂഷ്യസ് ശക്തമായി പ്രതികരിച്ചു. കാലാൾപ്പടയെ കാർത്തേജിയൻ ക്യാമ്പിലേക്ക് നയിച്ചു. അതേസമയം തന്റെ കുതിരപ്പടയെയും ലൈറ്റ് ഇൻഫൻട്രിയെയും പിന്നിലെ കവാടത്തിലൂടെ ഭക്ഷണം ശേഖരിക്കുന്നവരെ വേട്ടയാടാൻ അയച്ചു. ഈ ഏറ്റുമുട്ടലിൽ റോമാക്കാർക്കു നേട്ടമുണ്ടായി. ഹാനിബാലിന്റെ ധാരാളം സൈനികർ കൊല്ലപ്പെട്ടു. പുനഃസംഘടിക്കാനുള്ള സമയമാണെന്ന് മനസ്സിലാക്കിയ ഹാനിബാൽ തന്റെ പ്രധാന ക്യാമ്പിലേക്ക് മടങ്ങി. ഈ വിജയത്തെക്കുറിച്ചുള്ള അതിശയോക്തിപരമായ വിവരണങ്ങൾ റോമിൽ വലിയ സന്തോഷം സൃഷ്ടിച്ചു. സെനറ്റർമാരും പൗരന്മാരും ഒടുവിൽ ഹാനിബാലിനെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു സേനാധിപന് ലഭിച്ചെന്ന് വിശ്വസിച്ചു. അദ്ദേഹത്തിന്റെ വിജയത്തെ വാഴ്ത്തിക്കൊണ്ട് മിനൂഷ്യസിനെ സഹഏകാധിപനാക്കുന്ന ഒരു നിയമം തിടുക്കത്തിൽ പാസാക്കി. എന്നാൽ കാര്യങ്ങൾ സുഗമമായി തുടർന്നില്ല. ഫേബിയസ് സൂക്ഷ്മത പുലർത്താൻ ആവശ്യപ്പെട്ടപ്പോൾ മിനൂഷ്യസ് ശക്തമായ നടപടിക്കാഗ്രഹിച്ചു. തന്ത്രത്തെക്കുറിച്ചുള്ള നിരന്തരം വാദങ്ങൾ കാരണം ഫേബിയസ് അവർക്ക് മാറി മാറി സൈന്യത്തെ നയിക്കുകയോ അല്ലെങ്കിൽ സൈന്യത്തെ 2 സ്വതന്ത്ര കമാൻഡുകളായി വിഭജിക്കുകയോ ചെയ്യാമെന്ന് നിർദ്ദേശിച്ചു. മിനൂഷ്യസ് 4 സൈന്യങ്ങളെ എടുത്ത് സ്വന്തം ക്യാമ്പ് സ്ഥാപിക്കാൻ തീരുമാനിച്ചു. ജിറോണിയമിന് താകെയുള്ള സമതലത്തിൽ സൂര്യൻ ഉദിച്ചപ്പോൾ കാവൽക്കാർ മിനൂഷ്യസിനെ ഉണർത്തി. ഹാനിബാൽ ക്യാമ്പിനു പുറത്തായിരുന്നു. 2ാമത്തെ തവണയും ഹാനിബാൽ കുന്നിൻനിരയിൽ നിലയുറപ്പിച്ചു. അവിടെ നിന്ന് റോമൻ ക്യാമ്പിലെ എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന് നിരീക്ഷിക്കാൻ കഴിഞ്ഞു. യുദ്ധം നിയന്ത്രിക്കാൻ മിനൂഷ്യസ് അദ്ദേഹത്തിന് അനുവദിച്ചില്ല. റോമാക്കാർ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങി. അവർ മുൻപ് ഇതേ കുന്നിൻനിരയിൽ നിന്ന് ഹാനിബാലിനെ തുരത്തിയിരുന്നു. ഇത്തവണയും വിജയിക്കാൻ മിനൂഷ്യസ് തീരുമാനിച്ചു. റോമൻ ലൈറ്റ് ഇൻഫൻട്രി കാർത്തേജ്യൻ നിരയിൽ ഇടിച്ചുകയറിയപ്പോൾ അവർ ശത്രുവിനെ വീണ്ടും പുറകോട്ട് നയിക്കുമെന്ന് തോന്നി. എന്നാൽ തന്റെ സൈനികർ പുറകോട്ടു പോയപ്പോൾ ഹാനിബാൽ കുന്നിൻനിരക്കകലം ഒളിച്ചിരുന്ന സൈനികരെ ഉപയോഗിച്ച് നിരയെ ശക്തിപ്പെടുത്തി. മിനൂഷ്യസ് റോമൻ കുതിരപ്പടയെ കുന്നിൻനിരയിലേക്ക് അയച്ചു. തന്റെ ലൈറ്റ് ഇൻഫൻട്രിയെ തടയാൻ കാർത്തേജ്യന്മാർക്ക് വേണ്ടത്ര ആളുകളുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. പക്ഷേ റോമൻ കുതിരപ്പട അടുത്തെത്തിയപ്പോൾ ഹാനിബാൽ തന്റെ ന്യൂമീഡിയനും സ്പാനിഷ് കുതിരപ്പടയെയും കുന്നിൻനിരയിലേക്ക് വിട്ടു. അതുവരെ ഒരു ചെറിയ ഏറ്റുമുട്ടലായി തോന്നിയത് ഒരു വലിയ യുദ്ധമായി മാറി. എണ്ണത്തിൽ കുറവായതിനാൽ റോമൻ നിരക്ക് വേഗത്തിൽ സ്ഥാനം നഷ്ടപ്പെട്ടു. മിനൂഷ്യസിന്റെ കുതിരപ്പട മുഴുവൻ യുദ്ധത്തിലേർപ്പെട്ടതിനാൽ യുദ്ധപൂളത്തിൽ ഒളിഞ്ഞിരുന്ന കെണികളെക്കുറിച്ച് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്നിരുന്നാലും തന്റെ മുന്നിലുള്ള സൈനികർക്ക് ആക്രമണമുണ്ടാകുമെന്ന ഭയത്തിൽ അദ്ദേഹം കാലാൾപ്പടയെ മുന്നോട്ട് നീങ്ങാൻ ഉത്തരവിട്ടു. എന്നാൽ താൻ തന്റെ സൈനികരെ നേരിട്ടൊരു കെണിയിലേക്കാണ് അയക്കുന്നതെന്ന് റോമൻ ജനറൽ തിരിച്ചറിഞ്ഞില്ല. തൊട്ടുമുൻപത്തെ രാത്രിയിൽ ഹാനിബാൽ 5000 ലിബിയൻ സൈനികരെയും 1000ഓളം കുതിരപ്പടയെയും കുന്നിൻനിരയുടെ വടക്കും തെക്കുമുള്ള മലയിടുക്കുകളിലും നീർച്ചാലുകളിലും ഒളിപ്പിച്ചു. ഈ അപകടകരമായ നീക്കത്തിൽ ഹാനിബാലിന്റെ സൈന്യത്തിന്റെ വൈദഗ്ധ്യവും അച്ചടക്കവും പ്രകടമായിരുന്നു. മിനൂഷ്യസിന്റെ കാലാൾപ്പട കുന്നിൻനിരയിലേക്ക് മുന്നോട്ട് നീങ്ങിയപ്പോൾ അവർ റോമൻ കുതിരപ്പടയുമായി കൂട്ടിയിടിച്ചു. ആ നിമിഷം ഒളിച്ചിരുന്ന സൈനികരെ ആക്രമിക്കാൻ ഹാനിബാൾ സൂചന നൽകി. വടക്ക് നദിക്കരയിലെ മലഞ്ചെരിവുകളിൽ നിന്നും തെക്ക് മലയിടുക്കുകളിൽ നിന്നും ലിബിയൻ കാലാൾപ്പടയും കുതിരപ്പടയും കുതിച്ചെത്തി. 3 കിലോമീറ്റർ അകലെ ഫേബിയസ് മറ്റൊരു ദുരന്തം അടുത്തെത്തിയെന്ന് മനസ്സിലാക്കി. യുദ്ധത്തിലേർപ്പെട്ടിരുന്ന സൈനികരെ സഹായിക്കാൻ അദ്ദേഹത്തിന് വേറെ വഴിയുണ്ടായിരുന്നില്ല. അദ്ദേഹം സൈനികരെ മുന്നോട്ട് നീങ്ങാൻ ഉത്തരവിട്ടു. താഴ്വരയിൽ 10,000കണക്കിന് റോമൻ സൈനികർ മറ്റൊരു മികച്ച കെണിയിൽപ്പെട്ടു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഹാനിബാൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ സംഭവങ്ങളുടെ ക്രമം മിനൂഷ്യസിനെ യുദ്ധക്കളത്തിൽ ഒളിച്ചിരുന്ന സൈനികരെ കണ്ടെത്താൻ കഴിയാതെയാക്കി. അത് അദ്ദേഹത്തിന്റെ മുഴുവൻ സൈന്യത്തെയും കെണിയിലാക്കി. ഈ സമയം പല റോമാക്കാരും മറ്റൊരു പൂർണ്ണമായ വളയലിനെ ഭയന്ന് ഓടിപ്പോയി. താഴ്വരയിലേക്ക് മാർച്ച് ചെയ്യുന്ന ഫേബിയസിനെ കണ്ട ഹാനിബാൾ ഇങ്ങനെ പറഞ്ഞുവെന്ന് പറയപ്പെടുന്നു: കുന്നുകളിലെ ആ മേഘം ഒടുവിൽ ഒരു കൊടുങ്കാറ്റായി മാറി. രക്ഷപ്പെടാൻ കഴിയാത്തവരെ കൊന്നൊടുക്കിയ ശേഷം ഹാനിബാൾ തന്റെ സൈനികരോട് അവരെ പിന്തുടരരുത് എന്നുത്തരവിട്ടു. റോമൻ സൈന്യത്തിന്റെ എണ്ണം കൂടുതലായിരുന്നതിനാൽ തളർന്ന സൈനികളുമായി ഒരു നീണ്ട യുദ്ധത്തിന് അദ്ദേഹം ആഗ്രഹിച്ചില്ല. വീണ്ടും റോമാക്കാരെ തോൽപ്പിച്ചതിനു ശേഷം ഹാനിബാൾ ജെറോണിയത്തിൽ തണുപ്പുകാലം കഴിച്ചുകൂട്ടാൻ തീരുമാനിച്ചു. അതേസമയം സ്പെയിനിൽ കാർത്തേജിനുമേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താനുള്ള റോമൻ തന്ത്രം തുടർന്നു. സിപ്പിയു സഹോദരന്മാർ ആദ്യമായി എബ്രോക്ക് തെക്കോട്ട് നീങ്ങി ഏതാനും ഐബീരിയൻ ഗോത്രങ്ങളെ റോമൻ പക്ഷത്തേക്ക് ചേർത്തു. ഇത് കാർത്തേജിൻ അധികാരികൾക്ക് വലിയ ആശങ്കയുണ്ടാക്കി. ഐബീരിയൻ പ്രഭുക്കന്മാരുടെ കുട്ടികളെ ബന്ധികളാക്കി പിടിച്ചുകൊണ്ട് ഐബീരിയൻ ജനതയെ തങ്ങളോട് കൂറുള്ളവരാക്കാൻ കാർത്തേജിയന്മാർ ശ്രമിച്ചു. എന്നാൽ റോമാക്കാർക്ക് ഭാഗ്യമുണ്ടായി.
സാഗുണ്ടത്തിന്റെ പൂണിക് കമാൻഡർ സ്വാധീനശക്തിയുള്ള ഐബീറിയൻ പ്രഭുവായ അബലോക്സിനെ കുട്ടികളെ അവരുടെ മാതാപിതാക്കൾക്ക് തിരികെ നൽകാൻ ചുമതലപ്പെടുത്തി. എന്നാൽ അബലോക്സ് കുട്ടികളെ റോമാക്കാർക്കൊരു സമ്മാനമായി നൽകുകയും അദ്ദേഹത്തിന് വലിയ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു. സിപ്പിയു സഹോദരന്മാർ ഈ കുട്ടികളെ പല ഗോത്രനേതാക്കൾക്കും തിരികെ നൽകി രക്ഷകരാണെന്ന് അവർ സ്വയം പറഞ്ഞു. ഇത് സാഗുണ്ടത്തിനും എബ്രോയ്ക്കുമിടയിലുള്ള ഐബീറിയൻ ഗോത്രങ്ങളിൽ നിന്ന് റോമൻ പക്ഷത്തേക്ക് വലിയ പിന്തുണ നേടിക്കൊടുത്തു. ഇറ്റലിയിൽ മടങ്ങിയെത്തിയ ഫേബിയസിന്റെ 6 മാസ കാലാവധി അവസാനിച്ചു. സെനറ്റ് അദ്ദേഹത്തിന്റെ ഏകാധിപത്യ അധികാരം പുതുക്കിയില്ല. അടുത്ത തെരഞ്ഞെടുപ്പ് വരെ സെർവീലിയസ് ജെമിനസിനും മാർക്കസ് അറ്റലീയസ് റെഗുലസിനും താൽക്കാലിക അധികാരം നൽകി. 216 BC ആയപ്പോൾ സെനറ്റ് ഹാനിബാളിനെ എന്നേക്കുമായി നശിപ്പിക്കാനൊരു വലിയ സൈന്യത്തെ തയ്യാറാക്കി.